ദൈവനാമം മഹത്വപ്പെടട്ടെ. സഭയുടെ മധ്യത്തിൽ പ്രിയ സഹോദരിക്ക് സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരി ആയിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ അത്ഭുതത്തെയാണ് തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ കാരണം കഴിഞ്ഞ നാളുകളിൽ ആമേൻ തലവേദനയായ ഭാരം ആമേൻ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. നിസ്സാര ഒരു തലവേദന വന്നാൽ ആമേൻ സഹിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആമേൻ ഒട്ടും ആമേൻ താനും തൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ കഴിയാതെ ദിവസം പ്രാർത്ഥിച്ചു. എന്നിട്ടും സഹിക്കാൻ കഴിയാതെ ആശുപത്രിയിലേക്ക് കടന്നു പോയപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അതിലൊരു ഹോൾ ഉണ്ടെന്ന് കാണുവാനായിട്ട് ഇടയായി. പക്ഷേ ആമേൻ ഹല്ലേലൂയ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വന്നു. ആമേൻ ഹല്ലേലൂയ അത്ഭുതകരമായ സാക്ഷ്യത്തെ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് സന്ധ്യ. ഞാൻ വാവോടൊന്ന് വരുന്നു. ഒത്തിരി ദൂരത്തുനിന്നാണ് ഞാൻ ഇവിടെ കിടന്നു വരുന്നത്. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ഫാമിലി കുടുംബമാണ്. അതിൽ ഞാനും എൻ്റെ കൊച്ചുമോനുമാണ് ഇവിടെ വരുന്നത്. എൻ്റെ ഭർത്താവിനും ബാക്കി 2 മക്കൾക്കും ഒരു വിശ്വാസമില്ല. പക്ഷേ എനിക്ക് ഏറെ വിശ്വാസമുണ്ട്. വിട്ടുമാറാത്ത തലവേദനയുടെ പ്രയാസത്തിലായിരുന്നു ഞാൻ ഏറെ നാളുകൾ കൊണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ ഈ ഭാഗത്തായിട്ട് നീര് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം നീര് എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ്റെ അളവ് കൂടുതൽ കാരണം എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ പ്രാർത്ഥിച്ചു. ഒത്തിരി നാളുകളായി. എന്നിട്ടും ഞാൻ ഈ തലവേദന കൊണ്ട് നടക്കായിരുന്നു, വർഷങ്ങളായി. എന്നിട്ടും ഞാൻ മെഡിക്കൽ കോളേജിൽ പോയില്ല. കുറയാത്ത വന്നപ്പോൾ ഞാൻ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഒരു സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞ് സ്കാനിങ് എടുത്തു. 2 സ്കാനിങ് എടുത്തു. 2ലും പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ നിന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ പറ്റത്തില്ല, മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെയും ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസം എന്നെ ഇത്ര ഇവിടെ നിർത്തിയത് തന്നെ എൻ്റെ ഏറെ വിശ്വാസമാണ്. ഞാൻ അവിടെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇതിനിടയ്ക്ക് ട്രീറ്റ്മെൻറ്റിന് പോവുകയും ചെയ്യും, മരുന്നൊക്കെ കഴിക്കുമായിരുന്നു. എന്നിട്ടും എൻ്റെ ദൈവം എന്നെ നടത്തിയ വിഹിതങ്ങളെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച, അതിന് മുന്നത്തെ ആഴ്ച എനിക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന, കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തലവേദന കാരണം ഞാൻ ഇവിടെ ഈ പടിക്കെട്ടി കയറിയിട്ട് എനിക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള തലവേദനയുടെ ഇതിൽ ഞാനിവിടെ ഇരിക്കുമായിരുന്നു. എന്നിട്ടും ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തലവേദന മാറിയിട്ടില്ല. ആ ഒരാഴ്ച ഫുള്ളും ഭയങ്കരപ്പെട്ട തലവേദനയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോഴും തലവേദനയുടെ പ്രയാസത്തിൽ ഞാനിവിടെ വന്നു. അപ്പോൾ ലാസ്റ്റിലാണ് ഞാനിവിടെ ബ്രദറിന് കൈവയ്പ്പ് പ്രാർത്ഥനയ്ക്ക് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മുന്നേ ആയിട്ട് ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതായത് ഒത്തിരിയിലേറെ തലവേദനയുടെ പ്രയാസത്തിൽ അനുഭവിക്കുന്നത്, ഈ തലയ്ക്ക് അകത്തായിട്ടുള്ള വേദന. അപ്പം ആ ഒരു പ്രാർത്ഥന ഞാൻ ഇവിടെ നിന്നും കൊണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എൻ്റെ എനിക്ക് ഞാൻ വിശ്വസിച്ച കാര്യം കണ്ട കാര്യമാണ്. എൻ്റെ യേശുവിൻ്റെ ഈ 2 കരവും എൻ്റെ ഈ നെറുകയിൽ ഇങ്ങനെ ഈ 2 കരവും എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ടും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല തലവേദന കാരണം. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുള്ള അത്രയും കരച്ചിലായിരുന്നു. എൻ്റെ തലവേദനയുടെ പ്രയാസം മാറ്റി തരണം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഈ യേശുവിൻ്റെ 2 കരവും എൻ്റെ നെറുകയിൽ ഇങ്ങനെ വെക്കുന്ന അനുഭവം കണ്ടു. അപ്പോൾ തന്നെ എൻ്റെ ശരീരം മുഴുവൻ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. എനിക്കത് ഇന്നും എൻ്റെ കണ്ണിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ആ കാഴ്ച എനിക്ക് ഇന്നും എൻ്റെ മുന്നത്തുണ്ട്. ആ നിമിഷം തന്നെ എനിക്ക് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അപ്പോൾ തന്നെ ഒരു വിടുതൽ. ഈ നിമിഷവും എനിക്ക് ആ തലവേദന വന്നിട്ടില്ല, ആ ഭാരപ്പെട്ട തലവേദന വന്നിട്ടില്ല. ഞാൻ തൊഴിലുറപ്പ് പണിക്കാൻ പോകുന്നത് മൊട്ട വെയിലത്ത്. ഞായറാഴ്ച ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് ഞാൻ പോകുന്നു. തിങ്കളാഴ്ച പണിക്ക് പോയി ശരിക്കും മൊട്ട വെയിലത്ത് നിന്ന് ഞാൻ പണിതു. എന്നിട്ട് പോലും എനിക്ക് ആ തലവേദനയുടെ പ്രയാസം വന്നില്ല. എനിക്ക് തലവേദനയ്ക്ക് 3 പ്രശ്നമുണ്ട്. വിശക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല. ഇത് 3ഉം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുമായിരുന്നു ഈ തലവേദനയ്ക്ക്. ഇപ്പോൾ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ടെൻഷനുണ്ട്. തലവേദന മാറത്തില്ല എന്ന് സർജൻ ഡോക്ടറാണ് പറഞ്ഞത്. മനോജ് സാറ് സർജൻ ഡോക്ടറാണ് പറഞ്ഞത്. തലവേദന മാറത്തില്ല, ഞരമ്പിന് പ്രശ്നമുള്ളതുകൊണ്ട് തലവേദന മാറില്ല. ഹോൾ അടയും. പക്ഷേ തലവേദന നിങ്ങൾക്ക് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അതിന് ഗുളിക കഴിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് ഗുളിക പോലും ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ദൈവം എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ തലവേദന, എനിക്കിപ്പോൾ വെയിൽ കൊള്ളാം, എനിക്ക് യാത്ര ചെയ്യാം, എനിക്ക് ടെൻഷൻ അടിച്ചാൽ തന്നെ തലവേദന ഇല്ല, വിശന്നിരുന്നാൽ കുഴപ്പമില്ല. എന്നിട്ടും എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. പക്ഷേ ഈ ഹോൾ അടച്ചാൽ തന്നെ ഡോക്ടർ പറഞ്ഞ് തലവേദന മാറത്തില്ല. പക്ഷേ എൻ്റെ ദൈവം എനിക്കത് മാറ്റി തന്നു. ഡോക്ടർ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ ജീവനുള്ള ദൈവം എനിക്ക് സൗഖ്യം തന്നതിന് 1000 നന്ദി ഞാൻ പറയുന്നു.
എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. തൻ്റെ വാക്കുകൾ തീരുന്നില്ല. കാരണം ആമേൻ വിചാരിച്ചതല്ല. ആമേൻ. ഹല്ലേലൂയ. ആ ഹോള് ആമേൻ വളരെയധികം ഭാരപ്പെട്ടു. കാരണം ആ ഒരു കുടുംബത്തിൽ 5 പേരടങ്ങുന്ന ആ കുടുംബത്തിൽ ആമേൻ ഏക വിശ്വാസിയാണ് താൻ. ആമേൻ തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വളരെയധികം രോഗത്തിൻ്റെതായ അനുഭവം കടന്നു വന്നു. എന്നാൽ രോഗത്തിന് തന്നെ വിട്ടുകൊടുക്കാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ കർത്താവ് തന്നെ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിച്ചത് മുഖാന്തരം താൻ ഇന്നും ആമേൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പ് ആമേൻ തൻ്റെ ജീവിതത്തിൽ ആമേൻ മരണം വരെ വിചാരിച്ച് കാണും. ആമേൻ ഹല്ലേലൂയ. കാരണം ആമേൻ ഹല്ലേലൂയ ഒട്ടും ആമേൻ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആമേൻ നമ്മൾ തന്നെ നിസ്സാരം ഇപ്പോൾ ഒരു ആമേൻ പനിയുടെ പേര് പറഞ്ഞ് ആശുപത്രി പോയി അവരെ പിടിച്ച് അവിടെ അഡ്മിറ്റ് ആക്കും. പിന്നെ പലവിധമാകുന്ന സ്കാനിങ് ചെയ്യും. പിന്നെ ആമേൻ ഹല്ലേലൂയ നിരന്തരം ഒരു രോഗിയായിത്തീരും, നമ്മൾ ആശുപത്രി സന്ദർശകരായിത്തീരും. എന്നാൽ ആമേൻ അതിനിടെ ഒരുക്കാതെ വണ്ണം മെഡിക്കൽ കോളേജിൽ ആമേൻ കാണിക്കാൻ പറഞ്ഞെടുത്ത് ആമേൻ കർത്താവ് ഇത്രത്തോളം ഒരു വിടുതൽ കൊടുത്ത് ഒരു ആമേൻ എന്താ കത്തി വയ്ക്കാതെ ഒരു വിടുതൽ. മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞെടുത്ത്, തലവേദന മാറില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവം അത്ഭുതകരമായി ആമേൻ ഹല്ലേലൂയ ഒരു ഡോക്ടറും അല്ല പ്രവർത്തിച്ചത്, ഒരു ഗുളികയും അല്ല പ്രവർത്തിച്ചത്, ജീവനുള്ള ദൈവമാണ് പ്രവർത്തിച്ചതെന്ന് തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ഭാരപ്പെടുന്നുവെങ്കിൽ ആമേൻ നിരാശപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. ആമേൻ മനുഷ്യരിലല്ല, മനുഷ്യൻ്റെ വാക്കിലല്ല, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം പ്രവർത്തിക്കുക. സാക്ഷ്യത്താൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.